എടാ മോനെ. ഹലോ ഫ്രണ്ട്സ്, ഫേമസ് ജർമ്മൻ റൈറ്റർ ആയിട്ടുള്ള ഫ്രാൻസ് കാഫ്കയുടെ എ ഡോൾസ് ജേർണി എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് യൂണിറ്റ് 2യുടെ തീം എന്താണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം. യൂണിറ്റ് 2യുടെ തീം എന്ന് പറയുന്നത് ഇമാജിനേഷൻ ആണ്. നമുക്ക് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഒരു കോട്ട് കാണാം താഴെ എഴുതിയിട്ടുള്ളത്. ദ ട്രൂ സൈൻ ഓഫ് ഇന്റലിജൻസ് ഇസ് നോട്ട് നോളജ് ബട്ട് ഇമാജിനേഷൻ. എന്താണ് പറയുന്നത്? ഇന്റലിജൻസിന്റെ യഥാർത്ഥ സൂചന എന്ന് പറയുന്നത് നോളജിനെക്കാൾ ഉപരി എന്താണ്? ഇമാജിനേഷൻ ആണെന്നാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്കാണ് ഈ യൂണിറ്റിൽ വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും ബേസ്ഡ് ചെയ്തിട്ടുള്ളത് ഇമാജിനേഷൻ എന്ന ആ കോമൺ തീമിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, കാണാം. ദി ഡോവേ എന്താണ് പറയുന്നത്? ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് റീഡ് ദ ക്യാപ്ഷൻസ് ബിലോ. ഐ ലവ് മൈ ഡോൾ വെരി മച്ച്. നമുക്കൊരു ഡോളിനെ കാണാം. സോ ദ നെറേറ്റർ ഇസ് സെയിങ് ഐ ലവ് മൈ ഡോൾ വെരി മച്ച്. എനിക്ക് എന്റെ ഡോളിനെ ഒത്തിരി ഇഷ്ടമാണ്. ഐ ഗീവ് മൈ ഡോൾ എ ബാത്ത് എവറി ഡേ. ഡോളിനെ എപ്പോഴും എല്ലാ ദിവസവും കുളിപ്പിക്കും. ഓക്കെ, പിന്നെ ഐ ഫീഡ് മൈ ഡോൾ റെഗുലർലി. അതായത് എല്ലാ ദിവസവും ഞാൻ ഭക്ഷണം എന്റെ ഡോളിന് കൊടുക്കും. നെക്സ്റ്റ്, ഐ റീഡ് മൈ ഡോൾ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഞാൻ എന്താണ് എന്റെ ഡോളിനെ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കും. ഐ പ്ലേ വിത്ത് മൈ ഡോൾ ഇൻ ദ ഈവനിങ്ങിൽ, അതായത് വൈകിട്ട് ഞാൻ എന്റെ ഡോളിന്റെ കൂടെ കളിക്കും. ഐ ലൽ മൈ ഡോൾ ടു സ്ലീപ്പ് അറ്റ് നൈറ്റ്. അതായത് ഞാൻ താരാട്ട് പാടി എന്റെ ഡോളിനെ രാത്രി ഉറക്കും. ഇമാജിൻ യു ഹാഡ് എ ഡോൾ അറ്റ് ഹോം. ഹൗ ഡിഡ് യു ടേക്ക് കെയർ ഓഫ് ഇറ്റ്? അതായത് നിങ്ങൾക്ക് ഒരു ഡോൾ വീട്ടിലുണ്ടെന്ന് വിചാരിക്കാം. എങ്ങനെയാണ് നിങ്ങൾ അതിനെ ടേക്ക് കെയർ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാവും ഇനി വരുന്ന ചാപ്റ്ററും ഇതേപോലെ തന്നെ ഒരു ഡോളിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. അതായത് ഒരു കുട്ടിയും അവളുടെ ഡോളും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ കഥയാണ് എ ഡോൾസ് ജേർണി എന്ന ചാപ്റ്റർ പറയുന്നത്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, here is an anecdote about a girl and her doll. The German writer Franz Kafka plays an important role in it. It has also appeared in his biography. അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയിലും വന്നിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയാണ് ഇത്, എ ഡോൾസ് ജേർണി. A doll's journey. It was a Saturday afternoon. Kafka was walking through a park in Berlin. He met a girl who was crying because she had lost her favorite doll. എന്താണ് സംഭവിച്ചത്? ഒരു ശനിയാഴ്ച ഉച്ച സമയത്ത് കാഫ്ക, അതായത് നമ്മുടെ ഓഥർ, എന്താണ് ചെയ്യുന്നത്? ബെർലിൻ എന്ന നഗരം, അതെവിടെയാണ് ബെർലിൻ? ബെർലിൻ എന്ന് പറയുന്നത് നമ്മുടെ റഷ്യയുടെ ക്യാപിറ്റൽ സിറ്റിയാണ്. ഓക്കെ, അപ്പൊ ബെർലിൻ എന്ന നഗരത്തിലെ ഒരു പാർക്കിലൂടെ ആര് നടക്കുകയാണ്? കാഫ്ക നടക്കുകയാണ്. അപ്പം ഹി മെറ്റ് എ ഗേൾ, ഒരു ഗേളിനെ കാണാനിടയായി. എന്താണ് ഗേൾ ചെയ്യുന്നത്? ഗേൾ കരയാണ്. എന്തുകൊണ്ട്? ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. അവൾക്ക് എത്രയും പ്രിയപ്പെട്ട ഒരു പാവക്കുട്ടി, അതിനെ കാണാണ്ടായതുകൊണ്ട് ആര് കരയാണ്? ഗേൾ കരയാണ്. Kafka joined her in searching for the doll unsuccessfully. He consoled her. എന്താണ് സംഭവിച്ചത്? കാഫ്ക അവളുടെ കൂടെ ചേർന്ന് നമ്മുടെ കാണാണ്ടായ ഡോളിനെ തിരയാൻ തുടങ്ങി. പക്ഷെ തെരഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? കിട്ടിയില്ല. അൺസക്സസ്ഫുള്ളി, അതായത് സക്സസ് ഉണ്ടായില്ല. അതായത് തിരച്ചിൽ ഒരു സക്സസ്ഫുൾ ആയി മാറിയില്ല. ഓക്കെ, ഹി കൺസോൾഡ് ഹെർ, അതായത് അവളെ സമാധാനിപ്പിച്ചു. He also promised her that he would meet her the next day to continue looking for the doll. The next day they met at the park in the evening. എന്താ സംഭവിച്ചത്? കാഫ്ക ഈ പെൺകുട്ടിക്ക് വാക്ക് കൊടുക്കുകയാണ്. എന്തായത്? നാളെ ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടി തപ്പാം, ഡോളിനെ എവിടെയെങ്കിലും ഒക്കെ കിട്ടുമായിരിക്കും. ഓക്കെ, എന്നിട്ട് അടുത്ത ദിവസം അവര് തമ്മിൽ പിന്നെയും മീറ്റ് ചെയ്യുന്നു. എവിടെ വെച്ചിട്ട്? പാർക്കിൽ വെച്ച് തന്നെ. പിന്നെന്താണ് സംഭവിക്കുന്നത്? After searching for some time, Kafka pretended that he had found a letter under a bench in the park. കുറച്ചു നേരം തിരഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു? കാഫ്ക എന്ത് ചെയ്ത്? അഭിനയിച്ച്, അതായത് ഈ ഒരു ലെറ്റർ ഇങ്ങനെ ഈ ഒരു ബെഞ്ചിന്റെ അടിയിൽ നിന്ന് വെച്ച് കിട്ടിയതുപോലെ തന്നെ ഇങ്ങനെ കാഫ്ക അഭിനയിച്ച് കാഫ്ക കുട്ടിക്ക് കൊടുത്തു ഈ ലെറ്റർ. He gave the letter to the girl. Kafka had prepared the letter which was meant to be from the doll. ഡോള് കൊടുത്തതാണ്, അല്ലെ അവിടെ വെച്ചു പോയതാണ് എന്നുള്ള വ്യാജേന എന്ത് ചെയ്തു? കാഫ്ക സ്വന്തമായിട്ട് കാഫ്ക തന്നെ എഴുതിയ ഒരു കത്തെടുത്തിട്ട് എന്ത് ചെയ്തു? ഈ കുട്ടിക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് കുട്ടീന്റെ കാണാണ്ടായി പോയിട്ടുള്ള ആ ഡോളില്ലേ, ആ ഡോള് അയച്ച കത്താണ്. എന്താണ് കത്തിൽ പറയുന്നത്? ഡോണ്ട് വെറി അബൌട്ട് മീ. അതായത് കത്തിൽ പറയുന്നതാണ് ഡോണ്ട് വെറി അബൌട്ട് മീ. The letter said, I am on a trip around the world. അതായത് ലോകം മൊത്തം ചുറ്റിക്കാണാനുള്ള ഒരു യാത്രയിലാണ് ആര്? ഈ പാവക്കുട്ടി. എന്നെ പറ്റി ആലോചിച്ച് വിഷമിക്കണ്ട, ഞാൻ സേഫ് ആണ് എന്നുള്ള രീതിയിലാണ് ആര് പറയുന്നത്? പാവക്കുട്ടി പറയുന്നത്. I am on a trip.
around the world. It is really exciting. ഭയങ്കര അടിപൊളിയാണ് അല്ലെ, എക്സൈറ്റിംഗ് ആണ് ഈ ട്രിപ്പ് എന്ന് പറയുന്നത്. I will tell you everything when I get back. അതായത് when I am back, I will tell you everything എന്നാണ് പറയുന്നത്. അതായത് ഞാൻ തിരിച്ചു വരുമ്പം ഞാൻ എന്താണ് സംഭവിച്ചത് ട്രിപ്പില്, എന്തൊക്കെ അടിപൊളി സംഭവങ്ങളാണ് നടന്നത് എന്നൊക്കെ ഞാൻ തിരിച്ചു വന്നിട്ട് പറയാമെന്നാണ് പറയുന്നത്. The girl continued receiving letters from the doll. ഡോളിന്റെ അടുത്ത് നിന്ന് ഗേൾ തുടർച്ചയായി കത്തുകൾ ലഭിച്ചുകൊണ്ടിരുന്നു. She wrote about her adventures in detail. അതായത് വിശദമായിട്ട് അവളുടെ അഡ്വഞ്ചേഴ്സ്, അതായത് അവളുടെ സാഹസങ്ങളെ പറ്റി അവൾ എഴുതിക്കൊണ്ടിരുന്നു. ഇവിടെ ഷീ എന്ന് പറയുന്നത് ഡോളിനെയാണ് കേട്ടോ, അല്ലാണ്ട് കുട്ടീനെയല്ല. ഓക്കെ, അപ്പൊ ഷീ റോട്ട് അബൌട്ട് ഹെർ അഡ്വഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഈ പാവേനെ പറ്റിയാണ്. അതൊരു പെൺപാവയായിട്ടാണ് കരുതുന്നത്. ഓക്കെ, ദി ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദി ഗേൾ. അതായത് ഈ ലെറ്റേഴ്സ് വായിച്ചിട്ട് അവൾക്ക് വളരെയധികം സന്തോഷമായി. ദിസ് വെന്റ് ഓൺ ഫോർ സം ടൈം, ബട്ട് കാഫ്ക നോട്ടീസ്ഡ് ദാറ്റ് ദ ഗേൾ വാസ് ബിക്കമിങ് മൂഡി ആസ് ഡേ പാസ്ഡ്. ഇത് കുറെ കാലം പോയിക്കൊണ്ടിരുന്നു, ഇങ്ങനെ കത്തുകൾ ലഭിച്ചുകൊണ്ടിരുന്നു. അതായത് കാഫ്ക ലെറ്റർ എഴുതും, എന്നിട്ട് ഈ പാവ തന്നതാണെന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് ലെറ്റർ കൊടുക്കും. അങ്ങനെ കുറെ കാലം കഴിയുന്നതിനനുസരിച്ച് പക്ഷെ എന്താണ്, ഈ കുട്ടിക്ക് ചെറുതായി ഇങ്ങനെ സങ്കടം വരുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഷീ ബാഡ്ലി വാണ്ടഡ് ഹെർ ഡോൾ ടു കം ബാക്ക്. അതായത് ഈ ഡോൾ, കാണാണ്ടായിപ്പോയ ഡോള് തിരിച്ചു വരണമെന്ന് ആർക്ക് ആഗ്രഹമുണ്ട്? കുട്ടിക്ക് ആഗ്രഹമുണ്ട്. And Kafka felt that he could not make up letters indefinitely. എന്താണ് അതിന്റെ അർത്ഥം? ഇൻഡിഫിനിറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അന്ത്യമില്ലാതെ അല്ലെങ്കിൽ അനിശ്ചിതമായി. ഇപ്പൊ തന്നെ ഒരുപാട് കത്തുകൾ ആരെഴുതിയിട്ടുണ്ട്? കാഫ്ക എഴുതിയിട്ട് കുട്ടിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് എത്ര കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അവക്കറിയില്ല. പക്ഷെ ഒടുവില് കാഫ്ക ഒരു പോംവഴി കണ്ടുപിടിച്ചു. ഫൈനലി ഹി ഫൗണ്ട് എ വേ ഔട്ട്. There were no letters for some days. Then one day, Kafka told the girl that the doll was engaged to be married. അതായത് കുറെ കാലം കത്തൊന്നും വന്നില്ല. പിന്നെ ഒരു ദിവസം കാഫ്ക ആരോട് പറഞ്ഞു? ഗേളിനോട് പറഞ്ഞു. എന്ത്? ഡോള് കല്യാണമൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്. ഡോളിന്റെ എന്താണ് സംഭവിക്കാൻ ബാക്കി നോക്കാം. He had met her while on a trip ടു അനദർ പാർട്ട് ഓഫ് ദ കൺട്രി. അതായത് കാഫ്ക ഈ ഡോളിനെ മറ്റൊരു കൺട്രിയുടെ മറ്റൊരു പാർട്ടിലേക്ക് പോകുന്നതിനിടയ്ക്ക് കാണാനിടയായി. അങ്ങനെ ഈ ഡോള് എന്ത് പറഞ്ഞു? ഞാൻ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് എന്റെ എന്നുള്ള കാര്യം ആരോട് പറഞ്ഞു? കാഫ്കയോട് പറഞ്ഞു. കാഫ്ക ഓൾസോ ടോൾഡ് ഹെർ ദാറ്റ് ഷീ ഹാഡ് ഈവൻ ഇൻട്രൊഡ്യൂസ്ഡ് ഹിം ടു എ യങ് മാൻ ഷി വാസ് ഗോയിങ് ടു മാരി. അതായത് ഈ ഡോള് കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനെ ആര് കാണിച്ചു? ഡോള് കാണിച്ചു കൊടുത്തിട്ടുണ്ട് കാഫ്കയ്ക്ക്. നല്ല ചെക്കനാണെന്നൊക്കെയാണ് ആരോട് പറയുന്നത്? കുട്ടീനോട് പറയുന്നത്. ഷി വാസ് സോറി ദാറ്റ് ഷീ കുഡ് നോട്ട് റൈറ്റ് ലെറ്റേഴ്സ് ഫോർ സം ടൈം. കുറച്ചു കാലത്തേക്ക് കത്തുകളൊന്നും അയക്കാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടം ഉണ്ടെന്ന് ആര് പറയുന്നു? ഡോള് കാഫ്കയോട് പറയുന്നു. She promised that she would be writing as soon as the preparations for the wedding were over. അതായത് കല്യാണത്തിനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്ത് തീർച്ചയായിട്ടും കത്തുകൾ എഴുതാന്നാണ് ആര് പറയുന്നത്? ഡോള് പറയുന്നത്. The girl was happy to hear from her doll, but she wondered when she would be able to see her again. അതായത് ഗേളിന് ഭയങ്കര സന്തോഷമായി ഡോളിനെ പറ്റി ഇങ്ങനെ എല്ലാം കേട്ടപ്പം. ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോവാണ് എന്നൊക്കെ കേട്ടപ്പം ഭയങ്കര സന്തോഷമായി കുട്ടിക്ക്. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്താണ്? ഷി വാസ് വണ്ടറിങ്, എപ്പോഴാണ് ഇനി ഗേളിന് ഈ പാവേനെ കാണാൻ പറ്റുക എന്നുള്ള കാര്യം അവൾ വണ്ടർ ചെയ്തിരുന്നു. അപ്പൊ അവൾക്ക് ഉള്ളിൽ എന്താണ് ചെറിയൊരു സങ്കടമുണ്ട്. കാരണം അവൾ എത്രയും പ്രിയപ്പെട്ട ഡോളിനെയാണ് പെട്ടെന്ന് കാണാണ്ടായത്. ബട്ട് അവള് നല്ലൊരു ജീവിതമാണ് ജീവിക്കുന്നത്, കല്യാണമൊക്കെ കഴിക്കാൻ പോകുന്നുണ്ട്, ലോകം ചുറ്റി കാണുന്നുണ്ട് എന്നൊക്കെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ അത്രയാണ് കാഫ്കയുടെ ഡോൾസ് ജേർണി എന്ന ചാപ്റ്റർ ഉള്ളത്. ഇനി നമുക്ക് മറ്റൊരു ചാപ്റ്ററായി അടുത്ത വീഡിയോയിൽ കാണാം.